ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരേ ബാറ്റർ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന 2 സ്നാക്സിൻ്റെ റെസിപ്പീസ് ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈന്തപ്പഴം ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഈന്തപ്പഴം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോബസ്റ്റ് പഴം ആട്ടോ എടുത്തിരിക്കുന്നത്. ഒരു പഴം ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കുരു കളഞ്ഞ് ചെറിയ പീസുകളാക്കി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അവസാനമായിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് ചെറിയ ചെറിയ ദോശ പോലെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ ഫ്ലെയിം വളരെ ലോവിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിൻ്റെ മേൾഭാഗം ഡ്രൈ ആയിട്ട് ചെറിയ ചെറിയ ഹോൾസ് പോലെ നമുക്ക് കാണാം. ഇതാട്ടോ ഇതിൻ്റെ പരുവം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം. അടുത്തതായിട്ട് നമുക്കൊരു കുഴിയപ്പത്തിൻ്റെ പാൻ എടുക്കാം. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഈ ബാറ്റർ നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുക്കായി കഴിയുമ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റാം. ഇത് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്